നമസ്കാരം. ദൈവത്തിന് ഫുൾ പെർഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ പ്രകൃതിക്ക് ഇണങ്ങുന്ന മാക്സിമം ആ പ്രകൃതിയുടെ ഇഷ്ടം അനുസരിച്ച് എത്തുന്ന ചില ആത്മാക്കളെ ദൈവത്തിന് ആവശ്യമുണ്ട്. അങ്ങനെയുള്ള ആത്മാക്കളെ കണ്ടെത്താനും ആ ആത്മാക്കളെ ആ ഒരു ഹൈ തലത്തിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ടാണ് ഈ മനുഷ്യജന്മങ്ങളും ഈ ബാക്കി ജന്മങ്ങളൊക്കെ ഇവിടെ ഉള്ളത്. സൃഷ്ടിയൊക്കെ അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ അതിലൂടെ ദൈവം ഓരോ വ്യക്തികളെ ട്രെയിൻ ചെയ്ത് പല ജന്മങ്ങളിലൂടെ ആ ഫുൾ പെർഫെക്റ്റീകരിച്ച്, അതായത് ഫുൾ പെർഫെക്റ്റീകരണം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ മനസ്സിനനുസരിച്ച്, അതായത് ഞാനിപ്പോ ഒരു സാധനം സൃഷ്ടിച്ചാൽ അത് എന്റെ ചില താല്പര്യങ്ങളും ആഗ്രഹങ്ങളും കാണും. അത് വെച്ചിട്ടായിരിക്കും ഞാനൊരു സാധനം ഉണ്ടാക്കുന്നത്. അപ്പൊ ഉണ്ടാക്കിയ സാധനം എന്റെ രീതിയിലായി വരണം. ഇപ്പൊ ഉദാഹരണത്തിന് ഞാനൊരു ആഹാരം ഉണ്ടാക്കണമെങ്കിൽ അത് എനിക്ക് ബോധിപ്പിച്ച രീതിയിൽ, എനിക്ക് നല്ല ടേസ്റ്റ് എന്ന് തോന്നുന്ന രീതിയിലായിരിക്കും ഞാൻ ഉണ്ടാക്കുന്നത്. അതിപ്പോ വേറൊരു വ്യക്തി, ഇപ്പൊ ഒരു അമേരിക്കയിൽ നിന്ന് ഒരാൾ കഴിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ ഫുഡ് കഴിച്ചിട്ട് ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം എന്റെ ഇഷ്ടത്തിന് ഞാൻ ഉണ്ടാക്കിയ സാധനം അത് ഇഷ്ടപ്പെടുന്നവർ കഴിച്ചാൽ മതി. അതേപോലെ ഈ പ്രപഞ്ചത്തിന്റെ ഇഷ്ടത്തിനാണ് സൃഷ്ടി ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ അതിലൂടെ ആ പ്രപഞ്ചത്തിന് തന്നെ പവർഫുൾ ആവാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ദൈവത്തിന് തന്നെ പോസിറ്റിവിറ്റിയിൽ ശക്തി ആർജിക്കാൻ വേണ്ടി അത്രത്തോളം പോസിറ്റീവ് ആക്കി എടുക്കുന്ന ചില ആത്മാക്കളെ ദൈവം അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പൊ ആ ആത്മാക്കളെ എത്രത്തോളം പോസിറ്റീവ് ആക്കുന്നു അത്രത്തോളം സാഹചര്യങ്ങളിലൂടെ പിന്നെയും പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കും. കാരണം ആ പ്രപഞ്ചത്തിന്റെ മനസ്സിനോട് ഇണങ്ങുന്ന രീതിയിൽ എത്രത്തോളം ഇണങ്ങി വരുമോ അത്രത്തോളം ഉള്ള ആത്മാക്കളെ ആ ഹൈ പൊസിഷനിലേക്ക് കൊണ്ടുപോകും. ഹൈ ഡയമെൻഷനിലോട്ട് കൊണ്ടുപോകും. അത്രയും എത്തിയില്ല, അവരെ തൊട്ട് താഴത്തെ ഡയമെൻഷനിൽ എത്തിക്കും. എന്നാലും പോസിറ്റീവ് ആണെങ്കിൽ തൊട്ട് താഴെ, അതിന്റെ തൊട്ട് താഴെ അങ്ങനെ. എന്നാൽ ചില ആത്മാക്കൾ തനി നെഗറ്റീവായി മാറിപ്പോകുന്ന ആത്മാക്കളെ ദൈവത്തിന്റെ നെഗറ്റീവ് ഡയമെൻഷനിലോട്ട് കൊണ്ട് എത്തിക്കും. അവിടെയും ആവശ്യക്കാരുണ്ട്, അവിടെയും കൊടുക്കും. അപ്പൊ പോസിറ്റീവില് എത്തും എന്ന് പ്ലാൻ ചെയ്ത്, അല്ലെ പോസിറ്റീവില് എത്തണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ആത്മാക്കളൊക്കെയാണ് എന്റെ ഇതൊക്കെ കേൾക്കുന്ന പലരുടെയും ഉള്ളിലുള്ളത്. അപ്പൊ അവരിപ്പോ എനിക്ക് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഭൂമിയിൽ സൂക്ഷിച്ച് ജീവിച്ചാൽ മതി എന്ന് ചിന്തിച്ചാൽ പോലും അവരുടെ ആത്മാവ് വിട്ടുകൊടുക്കൂല. കാരണം ആത്മാവ് പല ജന്മങ്ങളെടുത്ത് പോസിറ്റീവ് തന്നെ മതി എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആത്മാക്കളാണ് പലരുടെ ഉള്ളിലുള്ളത്. അപ്പൊ നമ്മൾ വഴി തെറ്റാൻ തീരുമാനിച്ചാലും നമ്മുടെ ആത്മാവ് അതിനെ അനുവദിക്കില്ല. നമ്മളെ ശരിയിലേക്കേ കൊണ്ടുവരുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളെ ആത്മാവ് തന്നെ പ്രപഞ്ച ശക്തികളോട് സംസാരിച്ചിട്ട് നമുക്ക് തന്നെ ശിക്ഷ വാങ്ങിച്ചു തരും. അപ്പൊ ഇതാണ് പലർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമുക്ക് ചില കഷ്ടങ്ങളും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ ആത്മാവത്തിൽ സന്തോഷിക്കും. കാരണം ഈ സുഖം വേണം, അത് വേണം എന്നുള്ളത് നമ്മുടെ ബോധ മനസ്സിലുള്ള നമ്മുടെ ചിന്തയാണ്. പക്ഷെ ആത്മാവ് വിട്ടുതരില്ല. അപ്പൊ ഇങ്ങനെ ഹൈ പെർഫെക്ഷനോട്ട് എത്താൻ വേണ്ടിയിട്ടുള്ള ആത്മാക്കളുടെ ഒരു മത്സരം നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അവരെ സഹായിക്കലാണ് ഈ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എത്രത്തോളം പെർഫെക്ഷനിലേക്ക് എത്തുമോ അത്രത്തോളം ദൈവം സാഹചര്യങ്ങളിൽ ഒരുക്കി അതിനുള്ള പെർഫെക്ഷനിലേക്ക് എത്തിക്കും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഓട്ട മത്സരമാണെങ്കിൽ നമ്മൾ ഇത്ര കിലോമീറ്റർ അല്ലെ ഇത്ര മീറ്റർ ഇത്ര സമയത്തിന് ഓടിയെന്നുണ്ടെങ്കിൽ ആ ട്രെയിനർ സമയം കുറച്ച് വെച്ചിട്ട് കൂടുതൽ നമ്മൾ ട്രെയിൻ ചെയ്യിക്കും. കാരണം കുറച്ചുകൂടെ പെർഫെക്റ്റ് ആവാനാണ്. അപ്പൊ ഈ ദൈവം ഇത് മുൻകൂട്ടി പ്ലാൻഡ് അല്ല. എല്ലാവരുടെ വിചാരം ഭാവി ഇതെല്ലാം ദൈവം അങ്ങ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നു. അങ്ങനല്ല. ദൈവത്തിന്റെ പ്ലാൻ എന്ന് പറയുന്നത് എന്നോട് പറഞ്ഞത് ഒരു ചെസ് കളി പോലെയാണ്. ഇപ്പൊ ചെസ് കളിയിൽ ഇപ്പൊ എതിരാളി എങ്ങനെ കളിക്കുന്നു അതനുസരിച്ച് നമ്മൾ കളിക്കുന്നു. അങ്ങനെയല്ലേ ഈ ചെസ് കളി. അപ്പൊ ആ ചെസ് കളിയിൽ പോലെയാണ്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവിടെ എത്ര ചെസ് കളിച്ചാലും എത്ര നെഗറ്റീവ് പോസിറ്റീവ് കളി കളിച്ചാലും അവിടെ പോസിറ്റീവേ ജയിക്കുള്ളൂ. ഇതാണ് ഈ ചെസ് കളിയുടെ പ്രത്യേകത. ജയിച്ചില്ലെന്നുണ്ടെങ്കിൽ അടുത്ത ജന്മം എടുത്ത് ജയിപ്പിച്ചിരിക്കും. അപ്പൊ ഈ ചെസ് കളിയിൽ പോസിറ്റീവേ ജയിച്ചിരിക്കുള്ളൂ. കാരണം നെഗറ്റീവ് ജയിക്കുന്നത് സൃഷ്ടാവ് ദൈവത്തിന് ഇഷ്ടമല്ല. അത് എന്തുകൊണ്ടെന്ന് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് നെഗറ്റീവ് വന്നെന്നും പറഞ്ഞുതരാം, എങ്കിൽ അത് മനസ്സിലാവുള്ളൂ. ഇതൊക്കെ പലരുടെയും സംശയമാണ്. നെഗറ്റീവ് എന്ന് പറയുന്ന സാധനം ഈ പോസിറ്റീവിനെ സൃഷ്ടിക്കുമ്പോൾ കൂടെ വരുന്ന ഒരു റോ മെറ്റീരിയലാണ് നെഗറ്റീവ് ശക്തികൾ. അത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ദൈവം അങ്ങനെ പറഞ്ഞിട്ടുള്ളത്, പോസിറ്റീവിനെ സൃഷ്ടിക്കുമ്പോൾ അല്ലെങ്കിൽ പോസിറ്റീവ് സൃഷ്ടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ സൈഡായിട്ട് കുറച്ച് നെഗറ്റീവ് ശക്തികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. ഇപ്പൊ നമ്മുടെ മനുഷ്യ ശരീരം തന്നെ നോക്കിക്കൊള്ളാം. നമ്മൾ കഴിക്കുന്ന ആഹാരം അത് നമുക്ക് പോസിറ്റീവിനാണ്. പക്ഷെ അതിൽ നിന്ന് കുറച്ച് വേസ്റ്റ്, മലം അല്ല മൂത്രം, ഇതൊക്കെ നമ്മളിൽ ഉണ്ടായി വന്നേ പറ്റൂ. ഇത് പ്രകൃതിയുടെ വ്യവസ്ഥ അനുസരിച്ച് സകല ജീവജാലങ്ങളെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് കൊണ്ട് പോസിറ്റീവ് നെഗറ്റീവ് ഇല്ലാതെ ഒരു സാധനം ഇല്ല. അപ്പൊ നമ്മൾ എത്ര പോസിറ്റീവ് വരുന്നു അതിനനുസരിച്ച് കുറച്ച് നെഗറ്റീവ് ഉണ്ടായി വന്നിരിക്കും. പക്ഷെ ഒരിക്കലും നമ്മളിൽ നിന്ന് പുറന്തള്ളുന്ന നെഗറ്റീവിനെ നമ്മൾ ഇഷ്ടപ്പെടുവോ? ഇല്ല. നമ്മളെപ്പോഴും നമ്മൾ പോസിറ്റീവിനെ ഇഷ്ടപ്പെടുള്ളൂ. അതുപോലെ ദൈവത്തിൽ നിന്നും അനേക പോസിറ്റീവ് ഉണ്ടായി വരുമ്പോൾ കുറെ നെഗറ്റീവും പുറന്തള്ളപ്പെടും, നെഗറ്റീവ് ശക്തികളും ഉണ്ടായി വന്നിരിക്കും. ഇത് പ്രകൃതിയുടെ ഒരു വ്യവസ്ഥയാണ്. ഇത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഈ പ്രപഞ്ച സൃഷ്ടിക്ക് പുറകോട്ടൊക്കെ പോയി നിന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടി വരും. മനുഷ്യന് അതിനുള്ള കഴിവില്ല, ഒരിക്കലും പറ്റൂല.
നമ്മൾ പ്രപഞ്ചത്തിന് പുറത്തു പോയി അവിടെ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കണ്ടുപിടിക്കുമെങ്കിൽ മാത്രമേ ഇതിന്റെയൊക്കെ പിന്നെ പല സത്യങ്ങളും തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ധ്യാനത്തിലൂടെയും ഏതോ ശക്തികൾ ഇടപെടുന്നതിലൂടെയും ചോദിച്ചു കിട്ടുന്ന ആൻസർ ഇതേ നമുക്കറിയാവോ. ഭൂമിയിൽ ഇതിനപ്പുറം ഒരു മനുഷ്യനും ഒന്നും കിട്ടിയിട്ടില്ല. അത് വെച്ചിട്ടാണ് ഞാനീ പറയുന്നത്. ദൈവം പറയുന്നു പോസിറ്റീവ് ശക്തികൾ ഉണ്ടാകുമ്പോൾ കൂടെ കുറെ നെഗറ്റീവും ഉണ്ടായിരിക്കും. ആ നെഗറ്റീവ് ശക്തികളെ ദൈവം ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ആ ശക്തികൾ നെഗറ്റീവായത് കാരണം, അവരും ദൈവത്തിന്റെ മക്കളായത് കാരണം ദൈവം അവരെ നശിപ്പിക്കാതെ അവർക്കും ചില മണ്ഡലങ്ങൾ വീതിച്ചു കൊടുത്തിട്ടുണ്ട്. അവര് ദൈവത്തിൽ നിന്നുണ്ടായതാണ്. അവരും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ നിന്ന് വരങ്ങളൊക്കെ വാങ്ങിക്കുകയും ചെയ്യും. പക്ഷെ മനസ്സ് നെഗറ്റീവ് ആയിരുന്നതുകൊണ്ട് അവർ ഈ മർക്കട സ്വഭാവം കാണിക്കും. അത് നെഗറ്റീവ് ശക്തിയുടെ പ്രത്യേകത അതാണ്. അവരെ നന്നാക്കിയെടുക്കാൻ പറ്റില്ല. അവർ നെഗറ്റീവാണ്. അപ്പൊ അവർ തന്നെ ഇപ്പൊ നമ്മളെ കഥയിലൂടെ കണ്ടിട്ടില്ലേ, ബ്രഹ്മാവിൽ നിന്ന് വരം വാങ്ങിച്ചിട്ട് നേരെ ബ്രഹ്മാവിനെ തന്നെ ആക്രമിക്കാൻ തുടങ്ങുകയും ശിവനിൽ നിന്ന് വരം വാങ്ങിച്ചിട്ട് നേരെ ശിവന്റെ ഭാര്യ അല്ല പാർവതിയെ വേണമെന്ന് തോന്നി അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്യുന്ന കഥകൾ കേട്ടിട്ടില്ലേ. ഇതാണ് നെഗറ്റീവ് ശക്തികൾ. അപ്പൊ നെഗറ്റീവ് ശക്തികൾക്ക് എപ്പോഴും എന്തൊക്കെ വരങ്ങളോ അല്ലെങ്കിൽ എന്തൊക്കെ അത്ഭുത സിദ്ധികളൊക്കെ ദൈവത്തിൽ നിന്ന് ചോദിച്ച് വാങ്ങിച്ച് ദൈവം കൊടുക്കും. കാര്യം ദൈവത്തിന്റെയും മക്കളാണല്ലോ. അപ്പൊ അതുകൊണ്ട് അവർ ഇത് വെച്ചും കൊണ്ട് നെഗറ്റീവ് പ്രവൃത്തികളെ അവർ ചെയ്യുള്ളൂ. അപ്പൊ അവർക്ക് സ്വന്തമായി ആത്മാക്കളെ നേടണം എന്ന ആ ആർത്തിയിലോട്ട്, കാര്യം അവരിപ്പം നോക്കുമ്പോൾ പോസിറ്റീവ് ശക്തികൾ അവരുടെയൊക്കെ മുകളിൽ ദൈവം അല്ലെങ്കിൽ കുറെ അദൃശ്യ ശക്തികൾ അവരെയൊക്കെ നിയന്ത്രിക്കുന്നു. അപ്പൊ നമുക്ക് അതിന്റെ അപ്പുറം ആയിക്കൂടെ, ഇങ്ങനെ ചിന്ത വരുന്നതേയാണ് നെഗറ്റീവ്. അതിന് മറ്റൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഇപ്പോൾ ഓഫീസിൽ കുറെ സ്റ്റാഫുകളുണ്ട്. അപ്പൊ ഓഫീസിൽ സ്റ്റാഫ് ഒരു 25 സ്റ്റാഫുണ്ട്. അതിൽ 20 പേര് പോസിറ്റീവും ഒരു 5 പേര് നെഗറ്റീവ് ആണെന്ന് വെച്ചോ. ഈ 20 പേര് ഒരിക്കലും മുതലാളി അറിയാതെ ബിസിനസ് ചെയ്ത് സ്വന്തമായി പണം ഇതിന്റെ ഇടയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കില്ല. കാരണം ഈ ബിസിനസ് ചെയ്യുന്നത് മുതലാളിക്ക് വേണ്ടിയിട്ടാണ്. ഈ 25 സ്റ്റാഫ് മുതലാളിയുടെ സ്റ്റാഫുകളാണ്. അപ്പൊ 20 സത്യസന്ധമായ സ്റ്റാഫുകൾ 20 പേരുണ്ടെങ്കിൽ ഈ സത്യസന്ധമായ സ്റ്റാഫുകൾ എന്ത് ചെയ്യും? മാക്സിമം ബിസിനസ് ചെയ്ത് മുതലാളിക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ മുതലാളി ആ ലാഭത്തിൽ നിന്നും എത്രയാണോ ഇവർക്കുള്ളത് അത് വീതിച്ചു കൊടുത്തോളൂ. ഒരിക്കലും ഈ സ്റ്റാഫുകൾ മുതലാളി അറിയാതെ കുറെ ബിസിനസ്സിൽ നിന്ന് വെട്ടി എനിക്ക് സ്വന്തമായി കുറെ ഉണ്ടാക്കാം എന്ന് ഈ പോസിറ്റീവായി നിൽക്കുന്ന സ്റ്റാഫുകൾ ചിന്തിക്കില്ല. നമുക്ക് തന്നെ ചിന്തിക്കാവുന്ന കേസേ ഉള്ളൂ. അതേസമയം നമ്മളെ ഡിപ്പാർട്ട്മെന്റിലും ഓഫീസിലൊക്കെ കണ്ടിട്ടില്ലേ, നെഗറ്റീവ് സ്റ്റാഫുകളുണ്ട്. അവർ കൈക്കൂലി വാങ്ങിച്ചും ഇതിൽ നിന്ന് വെട്ടിയും ഗവൺമെന്റിന് ലാഭം ഉണ്ടാക്കാതെ സ്വന്തമായി ലാഭം ഉണ്ടാക്കി വീട്ടിൽ കൊണ്ടുപോകുന്ന ഉദ്യോഗസ്ഥരുണ്ട്. ഇവരെ നമ്മൾ നെഗറ്റീവ് ഉദ്യോഗസ്ഥരായിട്ടല്ലേ നമ്മൾ കണക്കാക്കുള്ളൂ. ഇതേപോലെ പ്രപഞ്ചത്തിലും നെഗറ്റീവായിട്ടുള്ള ശക്തികൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ദൈവത്തിന് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഈ ബിസിനസ്സിൽ നിന്നും ആത്മാക്കളെ അടിച്ചു മാറ്റി അങ്ങോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഇത് അവർ ചെയ്യും. അപ്പൊ അതിനുവേണ്ടി അവർ സകല വേലത്തരങ്ങളും കാണിക്കും. ദൈവം തന്നെ അനുവദിച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ അങ്ങനെ എടുക്കണമെങ്കിൽ എടുത്തോ, ഈ ബാക്കിയുള്ളത് മതി എനിക്ക്. എന്നിട്ട് ദൈവം എന്ത് ചെയ്യുന്നു വെച്ചാൽ അറിവുകളിലൂടെ ഈ മനുഷ്യർക്ക് മാക്സിമം ബോധം കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് അപ്പുറം പോയാൽ മതി എന്ന് പറഞ്ഞു പോകുന്നവരെ അപ്പുറത്തോട്ട് കൊണ്ടുപോകും. അപ്പൊ അപ്പുറത്തവർ എന്ത് ചെയ്യും? നെഗറ്റീവ്സ് എന്ത് ചെയ്യും? അസുരന്മാർ എന്ത് ചെയ്യും? ഒരുപാട് അത്ഭുത സിദ്ധികളും അതും ഇതും ഒക്കെ പല വഴിയിലൂടെ കാണിച്ചും പ്രവർത്തിച്ചും ഈ പോസിറ്റീവ് ആൾക്കാരെ ആത്മാക്കളെ അങ്ങോട്ട് ആകർഷിപ്പിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇത് ഈ പ്രകൃതി നടന്നുകൊണ്ടേയിരിക്കും. ഇതാണ് ഞാൻ പറയുന്ന ഒരു ചെസ് കളി. അപ്പോ നമ്മുടെ ശരീരത്തിൽ നിന്നും പുറന്തള്ളുന്ന ഈ മലിന സാധനങ്ങളെ, അല്ലെങ്കിൽ മലമൂത്ര വിസർജന സാധനങ്ങളെ നമ്മൾ വഴിയിൽ കൊണ്ടുവന്ന് ഉപേക്ഷിച്ച് മറ്റുള്ളവർക്ക് ദോഷമുണ്ടാക്കുന്ന ലെവലിൽ കളയാതെ അതിനുവേണ്ടി മാൻഹോളും അല്ലെങ്കിൽ അതിനുവേണ്ടി സെപ്പറേറ്റ് വിഭാഗങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പോലെ തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ ഈ അസുരവംശത്തിന് അല്ലെങ്കിൽ ഈ നെഗറ്റീവ് ശക്തികൾക്ക് വേണ്ടി ദൈവം ഒരു മണ്ഡലം, ഒരു ഡയമെൻഷൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇവർ അവിടെയാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ അവരൊക്കെ ഓരോ ആത്മാക്കളായതുകൊണ്ടും അദൃശ്യ ശക്തികളായതുകൊണ്ടും അവർ മനുഷ്യരെ ആത്മാക്കളെ എങ്ങനെയെങ്കിലും അടിച്ചുകൊണ്ടുപോയി അവർക്ക് സ്വതന്ത്രമായി ഒരുപാട് ശക്തി ആർജിക്കാം എന്ന ധാരണയിലാണ് മനുഷ്യരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ കാണുന്ന ആരാധനാ സ്ഥലങ്ങളിലെല്ലാം അല്ലെങ്കിൽ ഈ വരുന്ന വ്യക്തികളിലെല്ലാം സകല സ്ഥലത്തും ഈ നെഗറ്റീവ് ശക്തികളും പോസിറ്റീവ് ശക്തികളും ഉണ്ട്. അപ്പൊ എവിടെയാണോ അവരുടെ ഇഷ്ടം അനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നതും എവിടെയാണോ അവരുടെ ആൾക്കാർ കൂടുതൽ വരുന്നതും അവിടെ ഈ ശക്തികൾക്ക് കേന്ദ്രം, അവരുടെ ബലം അവിടെ കൂടി വരും. അപ്പൊ ഈ കാലഘട്ടത്ത് മനുഷ്യനെ ഇവർ തന്നെ വഴിതെറ്റിച്ച് അത്രത്തോളം ഇവരുടെയൊക്കെ ഉള്ളിൽ ഈ അസുരന്മാർ വസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പിശാചുക്കൾ വസിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾക്ക് കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നതും അവരെ ഉയർച്ചയിൽ കൊണ്ടുവരുന്നതെല്ലാം ഈ നെഗറ്റീവ് ശക്തികളാണ്. പക്ഷെ ഈ വ്യക്തികളെ തിരിച്ചറിയുന്നില്ല. കാരണം അവർ തന്നെ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ അവര് പലരും വ്യഭിചാര കുറ്റങ്ങളുണ്ട്, മറ്റുള്ളവരെ സ്വാധീനിച്ച് അല്ലെങ്കിൽ കള്ളത്തരത്തിൽ പണം സമ്പാദിക്കുന്നുണ്ട്, ദ്രോഹങ്ങൾ ചെയ്യുന്നുണ്ട്, ദുഷ്ടകർമ്മങ്ങൾ, അത് ഇങ്ങനെ പല പരിപാടികൾ ചെയ്തിട്ടും അവർക്ക് ഉയർച്ചയൊക്കെ വരുമ്പോൾ അവരുടെ വിചാരം ദൈവം അവരെ കൂടെ എന്നാണ് അവരുടെ വിചാരം. പക്ഷെ ദൈവമല്ല അവരെ കൂടെ, ഈ നെഗറ്റീവ് ശക്തികളാണ് അവരുടെ കൂടെ. അപ്പൊ അവർക്ക് കള്ളത്തരത്തിലൂടെ ഒരുപാട് പണം സമ്പാദിക്കുമ്പോഴും അല്ലെങ്കിൽ അവർ കാണിച്ച വേലത്തരങ്ങളൊന്നും ഗവൺമെന്റ് കണ്ടുപിടിക്കുന്നില്ല, അല്ല ആരും തിരിച്ചറിയുന്നില്ല. അവർക്ക് പിന്നെ ഉയർച്ച വരുമ്പോൾ അവർ കണ്ണീരോട് കൂടി പോയി ആരാധനാ സ്ഥലങ്ങളിൽ പോയി നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
അവരുടെ കള്ളത്തരങ്ങളും വേലത്തരങ്ങളും മറയ്ക്കാനാണ് അവർ ഒരുപാട് ഭക്തി മൂത്ത് ഇങ്ങനെയുള്ള ആരാധന സ്ഥലങ്ങളിൽ കൂടുതൽ പോകുന്നത്. എനിക്ക് പലരെയും അറിയാവുന്നവരുണ്ട്, 2 നേരമൊക്കെ അമ്പലത്തിൽ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ അടുത്തൊക്കെ ഞാൻ ചോദിക്കുന്നത്, ഇതിനാണ് ഈ 2 നേരമൊക്കെ പോകുന്നത്, വല്ലപ്പോഴും കൂടിയൊക്കെ പോയാൽ പോരെ? ഈ 2 നേരം മുടങ്ങാതെ പോയി നമ്മുടെ ജോലിയിൽ ഒരുപാട് കള്ളത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതല്ലേ. അപ്പൊ അത് ദൈവത്തിന് പോയി ശരിയാവില്ലേ? അപ്പൊ കള്ളത്തരങ്ങൾ ഡെയിലി ഇങ്ങനെ ചെയ്യുകയും ചെയ്യും. അതിന് ദൈവത്തിന് ശിക്ഷ വരുമോ എന്ന് പേടിച്ച് അവർ 2 നേരം മുടങ്ങാതെയൊക്കെ അമ്പലങ്ങളിൽ പോകുന്ന ആൾക്കാരുണ്ട്. എനിക്ക് പേഴ്സണലി അറിയാം. അപ്പൊ ഇതിന്റെയൊക്കെ പിന്നെ സത്യം എന്താണ്? ഇവർക്ക് ഈ ഉയർച്ചയും വളർച്ചയും കൊടുക്കുന്നത് പോസിറ്റീവ് ശക്തികളല്ല. ആ സ്ഥലങ്ങളിൽ വസിക്കുന്ന രഹസ്യത്തിലിരിക്കുന്ന നെഗറ്റീവ് ശക്തികളാണ് ഇവർക്ക് ഉയർച്ച കൊടുക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമെന്ന് വെച്ചാൽ തിരിച്ചറിയാൻ പറ്റൂല. അപ്പൊ ഈ ഒരു കാലഘട്ടത്ത് ദൈവം എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ നെഗറ്റീവ് ശക്തികളായ അല്ലെങ്കിൽ ഈ പിശാചുക്കൾ എന്ന് പറയുന്ന ഈ അസുരന്മാരെ ദൈവം ഇനി കുറെ നാളത്തേക്ക് ബന്ധിച്ചിടും. അപ്പൊ ഇക്കൂട്ടർക്ക് ഉയർച്ചയും വളർച്ചയും ഇനി കിട്ടാതെയാകുമ്പോ അപ്പോഴേ ഇവരുടെ കണ്ണ് താനെ തുറക്കുള്ളൂ. അവർക്ക് പ്രശ്നം പറ്റി അല്ലെങ്കിൽ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലെന്നേ അവർക്ക് ചിന്ത വരുള്ളൂ. ഇത്രയും നാൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൈവം എല്ലാം കൊടുത്തുകൊണ്ടിരുന്നു. ഇപ്പം ദൈവം പ്രാർത്ഥിച്ചിട്ട് ദൈവം കേൾക്കുന്നില്ല. ഈ പെന്തക്കോസ് മേഖലയിലൊക്കെ ഇപ്പൊ ഭയങ്കരമായ പ്രാർത്ഥനയും ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. കാരണം പണ്ടത്തെ പോലെ യേശു ഇപ്പൊ പ്രാർത്ഥന കേൾക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് ശക്തികളെ ദൈവം ബ്ലോക്ക് ചെയ്ത് തുടങ്ങി. അത് കാരണം അവർക്ക് നെഗറ്റീവിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന ഗുണങ്ങൾ തീർന്നു തുടങ്ങി. അതുകൊണ്ടാണ് അവർക്ക് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് ഫലം വരാത്തത്. അപ്പൊ അവരുടെ വിചാരം ഇത്രയും നാളും ഈ തലതിരിഞ്ഞ് ജീവിച്ചിട്ടും ഈ ഗുണോത്തരം കൊടുത്തുകൊണ്ടിരുന്നത് യേശു എന്നാണ് അവരുടെ വിചാരം. അതേപോലെ തന്നെ അമ്പലങ്ങളിലും മുസ്ലിംസിന്റെ ഇടയിലൊക്കെ അവർക്ക് അള്ളാഹു കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിച്ചാണ് ഈ ജിന്നുകളെയും അല്ലെങ്കിൽ ഖബറിനെയൊക്കെ ആരാധിച്ച് ഇങ്ങനെയൊക്കെ അവരുടെ രീതിയിൽ നടന്നിട്ടും ഉയർച്ചയൊക്കെ വരുന്നതിന്റെ കാരണം എല്ലാം അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ചെയ്യുന്നതെന്നാണ് വിചാരം. അല്ല, അവരുടെ ഈ എല്ലാ മേഖലയിലുള്ള ഈ തിന്മയുടെ ശക്തികളാണ് ഈ തിന്മയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഉയർച്ച കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ദൈവം അവരെ ബ്ലോക്ക് ചെയ്യാൻ പോകുന്നു. അപ്പം മാത്രമല്ല ഇങ്ങനെ ഇവരുടെ ഈ സാധനങ്ങളുടെയൊക്കെ പിറകെ ആശ്രയിച്ചിട്ട് അവനവന്റെ ജീവിതത്തിന്റെ രീതിയോ പ്രവൃത്തിയോ മനസ്സോ നീതിയോ ന്യായമോ ഒന്നും ഇല്ലാതെ പ്രവർത്തിച്ചതിന്റെ ശിക്ഷയെന്നോണം അവരെയൊക്കെ ദൈവം ഇനി ശിക്ഷിക്കുകയും ചെയ്യുമെന്നും എന്റെ അടുത്ത് പറയുന്നുണ്ട്. വരാൻ പോകുന്ന കാര്യങ്ങളാണ് ഇപ്പൊ തുടങ്ങിയും കഴിഞ്ഞു. അപ്പൊ അങ്ങനെ വരുമ്പോ ഇവർക്കൊന്നും തിരിച്ചറിയാൻ പറ്റൂല. ഇതിപ്പോ അവർക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു അവർക്ക് അറിഞ്ഞൂടാ. കാര്യം അവരുടെ വിചാരം ഇതെല്ലാം ദൈവം കൊടുത്തുകൊണ്ടിരുന്നു, ദൈവമാണ് അവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിന് അവർക്ക് ഇപ്പോഴും ബോധമുള്ളൂ. അപ്പൊ ഈ ബോധം ആദ്യം ദൈവം അവർക്കൊക്കെ എത്തിക്കും. അതൊക്കെയാണ് എന്നിലൂടെ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തികളിലൂടെയൊക്കെ ദൈവം ഈ സത്യങ്ങളൊക്കെ ഈ കാലഘട്ടത്ത് ഇങ്ങനെ പറഞ്ഞു വിടുന്നതിന്റെ കാരണം നെഗറ്റീവ് ശക്തികളുണ്ട്, പോസിറ്റീവ് ശക്തികളുണ്ട്. ഉയർച്ച ഒക്കെ കൊടുക്കുന്നത് നെഗറ്റീവ്സും കൊടുക്കും. പക്ഷെ പോസിറ്റീവ് എങ്ങനെ ഉയർച്ച കൊടുക്കും? അവന്റെ മനസ്സിന്റെ വളർച്ച, അവൻ എത്രത്തോളം സത്യസന്ധനാണ്, നീതിയാണ്, ന്യായമാണ്, ഈ ജോലിയിൽ അവൻ എത്ര ആത്മാർത്ഥത, ഇതൊക്കെ നോക്കിയേ പോസിറ്റീവ് ശക്തികൾ അവർക്ക് ഇത് കൊടുക്കുള്ളൂ. ഒരിക്കലും കൈക്കൂലി വാങ്ങിച്ചിട്ട് പോസിറ്റീവ് ശക്തികൾ ഈ ഒരു മുതലാളിയുടെ കീഴിൽ നിന്ന് മുതലാളിയെ പറ്റിക്കില്ല. അപ്പൊ അതേപോലെ ഈ അദൃശ്യ ശക്തികളും ഒരിക്കലും സൃഷ്ടാവ ദൈവത്തെ, പോസിറ്റീവ് ശക്തികൾ ദൈവത്തെ പറ്റിച്ച് ഈ കൈക്കൂലി വാങ്ങിച്ചും കൊണ്ട് ആർക്കും ഒരു നേട്ടവും ചെയ്തു കൊടുക്കൂല. പക്ഷെ എങ്ങനെ നേട്ടം കിട്ടുന്നു? ഈ കൈക്കൂലി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നേർച്ചകൾ, ഇത് ചെയ്തു തന്നാൽ ഞാൻ ഇത് അങ്ങോട്ട് ഇത്രയും തന്നോളാം, എന്നിട്ട് തോന്നിയതുപോലെ ജീവിച്ചിട്ട് ഈ സാധനം ചെയ്ത ദൈവം ചെയ്തു തരുമോ? അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഒരിക്കലും ദൈവം അത് ചെയ്യില്ല, പോസിറ്റീവ് ശക്തികൾ അത് ചെയ്യില്ല. പോസിറ്റീവ് ശക്തികൾ എപ്പോഴും നീതി ന്യായം നോക്കിയേ പ്രവർത്തിക്കൂ. അപ്പൊ ഇതിന്റെ ഇടയിലൂടെ നെഗറ്റീവ് ശക്തികളാണ് ഇടയ്ക്കേറെ നമുക്ക് ഈ കാര്യം സാധിച്ചിരുന്നത്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നുണ്ട് ഇത് ദൈവം ചെയ്തു തന്നു, പോസിറ്റീവ് ശക്തികൾ ചെയ്തു തന്നു എന്ന് വിചാരിച്ച് പിന്നെ ആ സ്ഥലങ്ങളിൽ പോയി ആശ്രയിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ നമ്മുടെ ചില കാര്യങ്ങൾ സാധിച്ചെന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ സാധിച്ചു തന്ന് അവസാനം നമ്മൾ മരിക്കുമ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഇത്രയും നാളും ആരെയാണ് ആശ്രയിച്ചതെന്ന്. മരണത്തിന് ശേഷം പിടികിട്ടുള്ളൂ. അപ്പൊ ആകെ നിരാശയാവും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇനി ഈ കാലഘട്ടം എൻഡിങ് ആണ്. കലിയുഗം തീർന്നു. ഇനി ഈ ചക്രം കഴിഞ്ഞു. അപ്പൊ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള സത്യാവസ്ഥ കാര്യങ്ങളെല്ലാം ദൈവം മനുഷ്യർക്ക് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പൊ ഇത് വിശ്വസിച്ച് ആരത് മനസ്സിലാക്കി ആ സൃഷ്ടാവ ദൈവത്തിലേക്ക് എത്തുന്നു അവർക്ക് മാത്രമേ ഇനി അങ്ങോട്ടുള്ള കാലത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവരെയൊക്കെ അല്ലാത്തവരെല്ലാം കഷ്ടങ്ങളിൽ പെടും. എങ്ങനെ പെടും? ദൈവം ആരെങ്കിലും ശിക്ഷിക്കണ്ട. ഇവർക്കൊക്കെ സുഖം കൊടുത്തുകൊണ്ടിരിക്കുന്ന നെഗറ്റീവ് ശക്തികളെ ദൈവം എവിടെയെങ്കിലും പൂട്ടിയും കിട്ടാൻ മതി. പിന്നെ ഇവർക്കൊക്കെ കഷ്ടമാണ്. കാര്യം ഇവർക്ക് നേട്ടമില്ല. ഇവർ ചെയ്യുന്നിടത്തെല്ലാം ദോഷങ്ങളായിരിക്കും. കാരണം അവർക്ക് നേട്ടം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? പോസിറ്റീവ് ശക്തിയിൽ ആശ്രയിക്കുകയോ അല്ലെങ്കിൽ ജീവിതം പോസിറ്റീവ് ആകുകയോ ചെയ്യണം. കാരണം ജീവിതം എപ്പോഴും പോസിറ്റീവായി നീതി ന്യായവും സത്യസന്ധതയും വന്നാൽ മാത്രമേ പോസിറ്റീവ് ശക്തികളിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുകയുള്ളൂ. അപ്പം ഇവർ ഇത്രയും നാളും തെറ്റായ രീതി ജീവിച്ചിട്ട് ലഭിച്ചുകൊണ്ടിരുന്നതെല്ലാം ബ്ലോക്ക് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ സത്യം തിരിച്ചറിയുകയില്ല. അവർ പഴയ പോലെ തന്നെ ജീവിക്കുകയും ചെയ്യും. അവർ ഈ പിശാചിനെയും മറ്റവനെയും ചീത്ത വിളിച്ച് പ്രായിക്കൊണ്ട് ദുർമന്ത്രവാദം, ആഭിചാരം, ബ്ലാക്ക് മാജിക്, മറ്റേ മറിച്ചിന്റെ പിറകെ അവർ ഇനി പോവുകയുള്ളൂ. പോകും തോറും അവർക്ക് പ്രശ്നം കൂടി വരും. കാരണം അവർക്ക് ഗുണം കൊടുക്കുന്ന ആൾക്കാരില്ല. ഇനി അവർക്ക് എപ്പം നന്നാവും? അവർ ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് ഇനി അവരുടെ സകലതും കളഞ്ഞുകൊണ്ട് തനി പോസിറ്റീവായി മാറിയാൽ
അവർക്ക് പോസിറ്റീവ് ശക്തികളിൽ നിന്ന് വല്ലതും ലഭിച്ചു കിട്ടും. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടം വരുന്നതാണ് ഈ അന്ത്യകാലത്ത്. ഒരുപാട് കഷ്ടം മനുഷ്യർക്ക് വരും എന്ന് പറയുന്നത് അവനവൻ തന്നെ ഉണ്ടാക്കി വെക്കുന്ന കഷ്ടമാണ്. ആരും അവരായിട്ട് കഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഗുണം കൊടുത്തുകൊണ്ടിരിക്കുന്ന നെഗറ്റീവ് ശക്തികളെ ദൈവവും അല്ലെങ്കിൽ പോസിറ്റീവ് ശക്തികളെ തോൽപ്പിച്ച് പൂട്ടിയിട്ടാൽ മതി. അവരെ ആശ്രയിച്ചിരിക്കുന്നത് 90% ആൾക്കാർക്കും ഭൂമിയിൽ ഇനി കഷ്ടം വന്നുകൊള്ളും. മാത്രമല്ല അവരെ വഴിതിരിച്ചു കൊണ്ടുപോകുന്ന ഈ മത പുരോഹിതന്മാർക്ക് ദൈവത്തിൽ നിന്നുള്ള ശിക്ഷകളും തുടങ്ങും. അപ്പൊ മൊത്തം കഷ്ടങ്ങൾ വരും. അപ്പൊ ഇതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ദൈവം എന്നിലൂടെ പറയുന്നത്, നിങ്ങൾ നേരെ ആ ദൈവത്തെ ആശ്രയിക്കുക, ദൈവമായ ഒരു കോണ്ടാക്ട് ഉണ്ടാക്കി വെക്കുക. അപ്പൊ നമുക്ക് ചുറ്റി കഷ്ടങ്ങളും പ്രശ്നങ്ങളും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ ദൈവമേ അടുത്ത ഞാൻ എന്ത് ചെയ്യട്ട്, എന്റെ ഏത് ഭാഗം ക്ലിയർ ചെയ്യട്ട് എന്നൊക്കെ ചോദിച്ചും കണ്ടും നമുക്ക് ഈ കഷ്ടത്തിൽ നിന്ന് പതുക്കെ രക്ഷപ്പെടാം. നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ ഈ നമ്മൾ നിന്നുള്ള സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ ഭൂമിയും സ്വർഗവും നരകവും ഒക്കെ നമ്മുടെ ഇവിടെ തന്നെ ആദ്യം ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഇത് കഴിഞ്ഞ് മരിച്ചതിന് ശേഷമല്ലേ അടുത്തത്. അപ്പൊ ഭൂമിയിൽ തന്നെ നമുക്കൊരു സ്വർഗം വേണമെങ്കിൽ ബൈബിളിലും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പുതിയ ആകാശം പുതിയ ഭൂമി ഈ ഭൂമിയിൽ വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതെന്താണ്? പുതിയൊരു കാലഘട്ടം. അപ്പൊ ആ കാലഘട്ടത്ത് നമുക്ക് കഷ്ടങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതെ നിൽക്കണമെങ്കിൽ നമുക്ക് ആ ദൈവമായിട്ടൊരു കോണ്ടാക്ട് ഉണ്ടായേ കഴിയുള്ളൂ. ഈ കാലഘട്ടം അങ്ങനെയാണ്. സത്യം ഏത് തെറ്റേത് നെഗറ്റീവ് ഏത് പോസിറ്റീവ് ഏത് ഒന്നും തിരിച്ചറിയാൻ പറ്റാതെ മൊത്തം അവിയല് പരുവം പോലെ കുഴഞ്ഞു മറിഞ്ഞ് കിടപ്പുണ്ട്. അപ്പം നമ്മൾ ഈ മൊത്തത്തിൽ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന ഈ ആരാധനാ കേന്ദ്രങ്ങളിൽ നമ്മൾ ഇനി ആശ്രയിച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റൂല നമ്മളെ സ്വാധീനിക്കുന്നത് അവിടുത്തെ പോസിറ്റീവാണോ നെഗറ്റീവാണോ. അതുകൊണ്ടാണ് ഞാൻ സൃഷ്ടാവൻ ദൈവത്തിൽ നമുക്ക് സൃഷ്ടാവൻ ദൈവമായിട്ട് കോണ്ടാക്ട് വെച്ച് നമ്മുടെ കാര്യങ്ങളെല്ലാം ആ ദൈവത്തിൽ നിന്ന് ചോദിച്ചെടുത്ത് ഇപ്പൊ ഇന്നും പലരും എന്നെ വിളിച്ച് കണക്ഷൻ വരുന്നുണ്ട്, പല കാര്യങ്ങൾ സംസാരത്തിൽ കിട്ടുന്നുണ്ട്, പലതും കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു ബന്ധം വന്ന് നിങ്ങൾക്ക് എവിടെ വേണമോ പോകാം, ഏത് ആരാധനാലയങ്ങളിൽ വേണമോ പോകാം. നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് ദൈവമേ ഇതിനെയൊക്കെ അങ്ങ് പോസിറ്റീവ് ആക്കി തരണേ, ഇവിടുത്തെ നെഗറ്റീവ്സിനെല്ലാം മാക്സിമം എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് ഈ കേന്ദ്രം മൊത്തം ഫുൾ പോസിറ്റീവ്. ഈ ആരാധനാ സ്ഥലങ്ങളിലെല്ലാം നെഗറ്റിവിറ്റി മാക്സിമം കുറഞ്ഞ് ഒട്ടുമില്ലെങ്കിൽ ഫുൾ പോസിറ്റീവ്. അപ്പൊ നമ്മൾക്ക് ദൈവമായിട്ടൊരു കണക്ഷൻ വന്നു. ആ ദൈവത്തിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി ആരെയും ഒരു പ്രവാചകന്മാരെന്ന് പറഞ്ഞ് നടക്കുന്ന ആ ആത്മീയ ഗുരുക്കന്മാരെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മതപുരോഹിതന്മാരെ ഒന്നും ആശ്രയിക്കാതെ, ഒരു മതത്തിൽപ്പെട്ട ദൈവത്തിന്റെ വേലക്കാരെ ഒന്നും ആശ്രയിക്കാതെ ദൈവത്തിൽ നിന്നൊരു കോണ്ടാക്ട് കിട്ടി നമ്മുടെ കാര്യങ്ങളെല്ലാം, നാളത്തെ കാര്യങ്ങൾ, പറ്റിക്കൊണ്ടിരിക്കുന്ന അബദ്ധങ്ങൾ, തെറ്റുകൾ, ഇതെല്ലാം ചോദിച്ചെടുത്ത് കണ്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ലെവലിലേക്ക് ഒരു വ്യക്തി എത്തുമെങ്കിൽ ആ വ്യക്തിക്ക് നമ്മുടെ ഏത് ആരാധനാലയങ്ങളിലും പോകാം. അവിടെയുള്ള അതിന് താഴെയുള്ള ഒരു ശക്തികളും അവരെ കീഴ്പ്പെടുത്തൂല. അവിടെ ചെന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവമേ ഈ ആരാധനാ കേന്ദ്രം എത്രത്തോളം പോസിറ്റീവ് ആക്കാമോ അത്രത്തോളം പോസിറ്റീവ് ആക്കി തരണമേ എന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നു. അടുത്ത കാര്യങ്ങൾ ഇനി അടുത്ത